സ്വാഗതം ചെയ്യുകയാണ്. ജോണി 1991, year of love and new beginnings. Mary തന്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത വർഷം. And together they built a beautiful life. Working single, please join Mary Auntie. 1994, family grew even more in 1994 with the arrival of their son, Francie. Francie, please join your parents and your sister. Please join your family. 2016, വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. 2016 ജീവിതത്തിലെ മറ്റൊരു പ്രധാന നിമിഷത്തിന് മേരി ടീച്ചർ സാക്ഷിയായി. A doctor Gifty marriage with Alex, a new family began to blossom. Gifty and Alex, let's celebrate this beauty union together. 2017 കുടുംബത്തിന് ഇരട്ടി മുതൽ പകർന്നുകൊണ്ട് മേരി ടീച്ചറുടെ ആദ്യത്തെ പേരക്കുട്ടി തെരേസ മോൾ വേണമായി. Teresa, our shining star, please come up and join your grandparents. 2019, ജീവിതത്തിലെ മറ്റൊരു സന്തോഷകരമായ അധ്യായം. Francie married to Shruti, bringing more love into the family. Shruti, please join the beautiful journey. ജീവിതത്തിൽ കൂടുതൽ ഉണർവും നിറവുമേകി 2020 അന്ന മേരി ടീച്ചേഴ്സ് സെക്കൻഡ് ഗ്രാൻഡ് ഡോട്ടർ born to Francie and Shruti. Anna, our little princess, please join your family. 2021, and finally 2021 സാറാ മോളുടെ വരവോടെ കുടുംബം വീണ്ടും കൂടെയാണ്. Sarah, our little bundle of joy, please join your parents and grandparents. ജീവിതത്തിൽ പുതിയ ഈ അധ്യായത്തിൽ ഈ ഓർമ്മകൾ ഇന്നും സന്തോഷത്തോടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിരമിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മേരി ടീച്ചർ, സദസ്സിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക മേരി ടീച്ചർക്ക് ഭാവിയിലേക്കുള്ള ആശംസകൾ നേടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും വന്നിരിക്കും, എനിക്ക് മനസ്സിലായി. ടീച്ചർക്ക് സെൻഡ് ഓഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാനതിൽ പങ്കാളിയല്ല. ഞാനൊരിക്കലും ടീച്ചർക്ക് സെൻഡ് ഓഫ് കൊടുക്കില്ല. കാരണം എനിക്ക് ടീച്ചറെ ഇടവകയെന്ന് പറഞ്ഞേക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട്
സെൻഡ് ഓഫ് കൊടുക്കാൻ വന്നതല്ല, വരവേൽപ്പ് കൊടുക്കാൻ വന്നതാണ്. ടീച്ചറുടെ ഈ ഔദ്യോഗികമായ വിദ്യാലയ ജീവിതം അവസാനിക്കുമ്പോൾ ഇടവകയിൽ ഒന്നുകൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാനുള്ള സ്വാഗതം ആശംസിക്കാനാണ് ഞാനിവിടെ നിൽക്കുക. ഇതുവരെ ടീച്ചർക്ക് 10 മണിയാകുമ്പോൾ അതിന് മുമ്പായിട്ട് സ്കൂളിലേക്ക് ഓടണം. അവിടെ 100 പരിപാടികൾ, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ടൈറ്റ് പരിപാടിയായിരുന്നു. പ്രത്യേകിച്ച് സെൻറ്റ് മേരീസ് സ്കൂളായതുകൊണ്ട് ടീച്ചർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നിരുന്ന കൂടുതൽ. ഇപ്പോൾ വിരമിക്കുമ്പോൾ തീർച്ചയായിട്ടും ടീച്ചർക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇല്ലാത്ത സമയം കൂട്ടിച്ചേർത്തിട്ടാണ് ടീച്ചർ ഇതുവരെയും അധ്വാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് സമയം കണ്ടെത്താൻ ടീച്ചർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സമയം മുഴുവൻ നമ്മുടെ ഇടവകയ്ക്കും സമൂഹത്തിനുമായിട്ട് ഇനിയും സമർപ്പിക്കാനുള്ള ഒരു സ്വാഗതം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുക. അപ്പോൾ ഇനിയുള്ള ജീവിതവും ഏറ്റവും സന്തോഷപ്രദമായിട്ട് ദൈവാനുഗ്രഹത്താൽ അവർക്ക് ആശ്രയം വെച്ച് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാനുള്ള ഒരു കാലഘട്ടമായിട്ട് ഏറ്റെടുക്കുകയും സഭയും സമൂഹത്തിനും നന്മ ചെയ്തുകൊണ്ട് മുന്നേറുവാനുള്ള വലിയ കൃപ ഈശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഭാവി ജീവിതം ഭാസുരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഈശ്വരയുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമ്മുടെ വികാരിയച്ഛൻ, അതുപോലെ തന്നെ വേദീകരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ക്ലബ്ബ്, ഇന്നത്തെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ മേരി ടീച്ചർ, റിട്ടയർ ചെയ്ത ഹെഡ് മാസ്റ്റർമാരായ ചാക്കോ മാഷ്, ജോസ് മാഷ്, മത്തായി മാസ്റ്റർ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ടീച്ചറുടെ മാതാവ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ, റിട്ടയർ ചെയ്ത അധ്യാപകന്മാരെ, മറ്റ് ടീച്ചറോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപകരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസത്തെ ആനിവേഴ്സറി ടീച്ചർക്കുള്ള എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങളിൽ നിന്നാണ് ടീച്ചറുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ട യോഗമാണത്. ഞങ്ങൾ അന്ന് വളരെ ഭംഗിയായി തന്നെ ടീച്ചറുടെ യാത്രയപ്പ് യോഗം വിപുലമായി ആഘോഷിച്ച് കൊണ്ടാടി പോകുന്നവരാണ്. ഇനി കൂടുതൽ ഇതിലൊന്നും പറയാനില്ല. ടീച്ചർക്ക് ഇനിയുള്ള കാലം പൂർണ്ണാരോഗ്യവും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഈ സെൻഡ് ഓഫ് പരിപാടിക്ക് ഇവിടെ ആശംസ അർപ്പിച്ച നമ്മുടെ ബഹുമാന്യായ NMO പള്ളി വികാരി ജേസൺ തെക്കുമുറച്ച, അതുപോലെ തന്നെ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പമടക്കൻ, അതുപോലെ ഇവിടെ നിന്ന് പ്രഗത്ഭരായി നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല രീതിയിൽ കൊണ്ട് നടന്ന നമ്മുടെ ജോസ് മാഷ്, മത്തായി മാഷ്, ചാക്കോ മാഷ്, അതുപോലെ ഇവിടെ നിന്ന് റിട്ടയർ ചെയ്ത് ഇവിടെ നിന്ന് പിരിഞ്ഞുപോയാലും പിന്നെ ടീച്ചറുടെ സുഹൃത്തുക്കളും സഹപാഠികളുമായ ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കുടുംബക്കാർ, ഇവിടെ പറഞ്ഞ പോലെ തന്നെ പ്രസിഡന്റും അച്ഛനൊക്കെ പറഞ്ഞ പോലെ ഒരു ചുരുങ്ങിയ കാര്യം തന്നെ. കാരണം ഞങ്ങളെല്ലാം അന്ന് വാർഷികത്തിന് വളരെ നല്ലൊരു രീതിയിൽ തന്നെ ഒരു യാത്രയപ്പ് എല്ലാവരും നൽകുകയുണ്ടായി. ഇനി അന്ന് നമുക്ക് എല്ലാവർക്കും ടീച്ചേഴ്സിനും മറ്റുള്ളവർക്കൊക്കെ ഒത്തുചേരാൻ സാധിക്കാത്തതിൽ ഇന്ന് ടീച്ചറുടെ ഒരു ട്രീറ്റും കൂട്ടിയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് എല്ലാവരും നല്ല രീതിയിൽ തന്നെ വന്നു. പല മുഖങ്ങളും നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടാനും പരിചയപ്പെടാനും ചിരിക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. ടീച്ചറെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, എന്നേലും അധികം നിങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചറുമായിട്ട് ഇടപഴകിയിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു സങ്കീർത്തനം പോലെ ജീവിതം, പള്ളിയിലായാലും ഗായക സംഘത്തിലൊക്കെ വളരെ മുൻപന്തിയിൽ NMOവിൻ്റെ ഒരു എന്താ പറയുക, ഒരു കുയിലായി ടീച്ചറിലൂടെ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലും നമ്മുടെ നാടിന് എല്ലാറ്റിനും വേണ്ടി ടീച്ചറുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം, ഇനി നമുക്കല്ലേ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആളുടെ വാർഷികം ആള് തന്നെ അതിന് ഓടി നടന്നുകൊണ്ട് നല്ല പ്രഗത്ഭ ടീച്ചർമാരെ പറ്റി അതിശയം തോന്നി. അന്ന് അവിടെ ടീച്ചർമാരുടെ പെർഫോമൻസ് അതുപോലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നടക്കുന്ന പോലെയാണ് അവിടെ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്തിരുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ
അതൊക്കെ ടീച്ചറുടെ ഒരു പ്രത്യേക കഴിവാണ്. അന്ന് നമ്മുടെ കുരിശപ്പള്ളിനെ പറഞ്ഞില്ലേ 4 കൊല്ലം ഞങ്ങൾക്ക് നല്ലൊരു രീതിയിൽ തന്നെ പ്രവർത്തിച്ച ടീച്ചറാണ്. അതിനൊപ്പം നിന്ന് പ്രവർത്തിച്ച കാരൻ ടീച്ചർ, വെള്ളമാതൃ അധ്യാപികയ്ക്ക് അവാർഡ് കിട്ടിയ ടീച്ചറെ കൂടെ വന്നത്. അതുപോലെ എല്ലാ ടീച്ചേഴ്സിനെയും കാണാൻ സാധിച്ചു. ഇനിയും ടീച്ചറുടെ ഭാവി ജീവിതം അച്ഛൻ ഇപ്പോൾ എന്താ പറയുക, അച്ഛൻ കണ്ണുവെക്കൽ കഴിഞ്ഞു. പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും ഇനി ടീച്ചറുടെ എല്ലാ നിറസാന്നിധ്യവും ഉണ്ടാകുമെന്നുള്ള ആശയോട് ഉള്ളൊരു ആശംസ അച്ഛൻ അർപ്പിക്കുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം വരുമ്പം ഞാനൊരു പൊതുപ്രവർത്തകയാണ്. പള്ളി പ്രവർത്തനം പൊതുപ്രവർത്തനം കൂടി കൊണ്ടു നടക്കുന്ന ഒരു പ്രത്യേകത കൂടി ഞങ്ങൾക്കൊക്കെ ഉള്ളതുകൊണ്ട് ടീച്ചറും അതുപോലെ സഹകരിക്കണം. ടീച്ചർക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. പ്രിയപ്പെട്ട സ്കൂളിൻ്റെ മാനേജർ ജയ്സൻ, പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ സാറ്, അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ ഗ്രേസി, ഇവിടെ നിന്ന് മുന്നേ റിട്ടയർ ചെയ്ത ചാക്കോ മാഷ്, ജോസ് മാഷ്, റിട്ടയർ ചെയ്ത ഞങ്ങൾ 3 പേരും ഒരേ നാട്ടുകാർ തന്നെയാണ്. ചിറ്റാട്ടക്കാരെ ഭരിക്കാൻ പോകുന്നത് മരിച്ചതൊക്കെ എന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജോസ് മാഷ് മരിച്ചു. ജോസ് മാഷിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹവും ചിറ്റാട്ടുകാരെ 20 വർഷം ജോലി ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പം ഇനി ഞാൻ 2002 ഇവിടെ വരുന്നത്, ഈ സ്കൂളിൽ വരുന്നത്. അന്ന് LP-യുടെ മുഴുവൻ ചാർജും ഞാൻ പറയുക വെച്ചാൽ ടീച്ചർ, എല്ലാ സർവകലാവല്ലഭ എന്ന് ഞാൻ പറയും. അതായത് ഞാൻ വന്നതിന് ശേഷം ക്രിസ്മസ് കരോള് എല്ലാ ക്ലാസ്സിലേക്കും ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് ഉണ്ടാകും. അതിൽ പാട്ട് പാടാനും അതൊക്കെ അറേഞ്ച് ചെയ്യാനും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മെയിൻ ടീച്ചറായിരുന്നു. അതുപോലെ തന്നെ ഓണാഘോഷത്തിൻ്റെ കാര്യത്തിലും മെയിൻ ടീച്ചർ തന്നെയാണ് അതിന് മുൻകൈ എടുത്തത്. ആ സമയത്ത് ചാവക്കാട് ജില്ലയുടെ ഒരു ടീച്ചേഴ്സിനുള്ള ഗ്രൂപ്പ് സോങ് മത്സരം നടത്തി. അതിൽ ഈ എനോമ സ്കൂളത്തെ ടീച്ചേഴ്സാണ് അതിന് വിന്നറായത്. അതിൽ മേരി ടീച്ചർ, സദിക് ടീച്ചർ, അതുപോലെ തന്നെ മേരി ടീച്ചർ മരിച്ചു, ട്രിസി ടീച്ചർ, പിന്നെ എനിക്ക് തോന്നുന്നു ഡാർലി ടീച്ചർ ഉണ്ടായിരുന്നു ഇല്ലേ. ഇങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് അന്ന് വിന്നറായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് തൃശ്ശൂര് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് DD-യുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. അവിടെ ഞങ്ങൾക്ക് ക്ഷണിത ഉണ്ടായിരുന്നു. അതായത് അവിടെ ഗ്രൂപ്പ് സോങ് അവതരിപ്പിക്കാനായിട്ട്. അപ്പോൾ അവരുടെ കൂടെ ഞാനും കൂടിയിട്ടുണ്ട് കേട്ടോ. അന്ന് ഗ്രൂപ്പ് സോങ് അവതരിപ്പിക്കാനായിട്ട് ഓർമ്മയുണ്ട് ടീച്ചറെ? ഞാനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ ഇവിടെ LP-യിലെ ബോയ്സും ഇവിടുത്തെ LP-യിലെ ബോയ്സും മറ്റേ സെൻറ്റ് മേരീസ് LP-യിലെ ഗേൾസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വന്നിട്ടത് ഗേൾസിനെ ഉൾപ്പെടുത്തി. അതുപോലെ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങാനായിട്ടും ടീച്ചറും വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ടീച്ചറുടെ സഹായം വളരെ ഫലവത്തായിരുന്നു. LP വിഭാഗം, അതുപോലെ സ്കൂളിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ടീച്ചർ വർക്ക് ചെയ്യുന്ന സെൻറ്റ് മേരീസ് LP-യിലും അതിൻ്റെ മുഖച്ഛായൊക്കെ മാറ്റി കുട്ടികളുടെ എണ്ണം തന്നെ വർദ്ധിച്ചു. ടീച്ചർ ചെയ്യുന്നിടത്തൊക്കെ ടീച്ചറുടെ സാന്നിധ്യം അവിടെ അറിയിക്കും. ടീച്ചർക്ക് ആയുസത്തിൽ അംഗമാണ്. ഇനിയും അതിൽ വർക്ക് ചെയ്ത് നാട്ടാർക്കും വേണ്ടി പ്രവർത്തിക്കാൻ ടീച്ചർക്ക് ഇടവരുത്തും. ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തി. വെങ്കടമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കൊച്ചപ്പൻ വടക്കനവറുകൾ, ബ്ലോക്ക് മെമ്പർ ഗ്രേസി, മുൻ അച്ഛന്മാരായിട്ടുള്ള മത്തായി മാഷ്, ജോസ് മാഷ്, അതുപോലെ തന്നെ മറ്റ് അധ്യാപകര്, മേരി ടീച്ചറുടെ കുടുംബാംഗങ്ങൾ, സ്നേഹമുള്ള നാട്ടുകാര്, മേരി ടീച്ചറുടെ യാത്രയപ്പ് വേളയാണ്. ഈ സമയത്ത് മേരി ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 വർഷക്കാലമാണ് ഞാനിവിടെ HM-ആയിട്ടിരുന്നത്. എൻ്റെ കൂടെ ടീച്ചർ ഉണ്ടായിരുന്നു.
1 മുതൽ 10 വരെയുള്ള ഹൈസ്കൂളുകളിൽ LP വിഭാഗത്തിന് ഒരു HM ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ആ കുറവ് ടീച്ചർ ഇവിടെ കൃത്യമായിട്ട് പരിഹരിക്കാറുണ്ട്. LP വിഭാഗത്തിലേക്ക് നമുക്ക് അങ്ങനെ അധികം കാര്യങ്ങൾ പോകേണ്ട കാര്യമില്ല. ടീച്ചർ അത് അതിൻ്റെ യുക്തം പോലെ എല്ലാ കാര്യങ്ങളും ആർക്കും ഒരു കോട്ടമില്ലാത്ത രീതിയിൽ അവിടെയുള്ള ടീച്ചേഴ്സിനൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനും അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും നല്ല രീതിയിൽ അത് നടത്താനൊക്കെ ടീച്ചറുടെ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഒത്തിരി നന്ദി ഞാൻ ഈ സമയത്ത് പറയുകയാണ്. ആ സമയങ്ങളിലുണ്ടായിരുന്ന LP ക്ലാസ്സുകളുടെ നവീകരണം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കുട്ടികൾക്ക് ബെഞ്ചിൻ ഡെസ്കൊക്കെ മാറ്റി പെയിൻറ് ചെയ്ത റൂമുകളാക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ടീച്ചർ അത് അന്ന് ചെയ്ത് തീർത്തിട്ടുള്ളത്. സാമ്പത്തിക സ്രോതസ് എനിക്ക് തോന്നുന്നു 80,000 രൂപ അന്ന് പെയിൻറ്റിങ്ങിന് വന്നിട്ടുണ്ട്. അതിന് ഒരു ഫണ്ടും വരുത്തുന്നത് നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഒക്കെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കൂട്ടായ പരിശ്രമം മാത്രമാണ് അതൊക്കെ നമ്മളിവിടെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് മെയിൻ ടീച്ചറായിരുന്നു. ഞാനതിൻ്റെ HM എന്നുള്ളൊരു അവസ്ഥ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നുള്ളത് മാത്രമല്ല, ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു പുണ്യമാണ് ആ വീട്ടുകാരെ സംബന്ധിച്ച്. ഒരു മിനിറ്റ് ടീച്ചർ വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും ടീച്ചർക്ക് ഇനി എന്താ ചെയ്യുക എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ആവശ്യം പിന്നിലില്ല. അപ്പോൾ വർഗീസാറിനെ സംബന്ധിച്ചായാലും മക്കളെ സംബന്ധിച്ചായാലും വലിയൊരു ഭാഗ്യമാണ് ടീച്ചറെ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ ആയുരാരോഗ്യ സൗകര്യങ്ങളും നൽകി കുടുംബത്തിനും ടീച്ചർക്കും ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ജഗദീശത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു. ഏറ്റവും സ്നേഹമുള്ള മാനേജർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, റിട്ടയർ ചെയ്ത ഹെഡ് മാസ്റ്റർമാരെ, ഏറ്റവും സ്നേഹമുള്ള മെയിൻ ടീച്ചർക്ക് യാത്രാമാർഗങ്ങൾ നേരുന്നതിനും സ്നേഹവിരുന്നിൽ സംബന്ധിക്കുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ, റിട്ടയർമെൻ്റ് പല സമയങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് 1980 മുതൽ റിട്ടയർമെൻ്റ് കണ്ട് ഇപ്പോൾ റിട്ടയർമെൻറ്റ് ഏകദേശം ഒരു കല്യാണത്തിൻ്റെ ഒരു ആഘോഷത്തിലേക്ക് മാറി തുടങ്ങിയതിൻ്റെ സംശയം. മുഖഭാവം വളരെ പ്രയാസകരമായിരുന്നു. വളരെ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ടിട്ടാണ് അവർ റിട്ടയർ ചെയ്തിരുന്നത്. പലപ്പോഴും അവർക്ക് ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ ഇതേപോലെ ഫംഗ്ഷനിലോ മറുപടി പ്രസംഗം പറഞ്ഞ് അവസാനിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു ഭാഗമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. വർഷങ്ങളായി ഞാനത് തുടർന്ന് പോന്നിരുന്നു. ഞാൻ അവിടെ നിന്ന് പോരുന്നത് വരെ ആ ഡ്യൂട്ടി എൻ്റെയാണ്. ആണിയൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടി ചുമരുമ്മൽ അവർ സ്ഥാപിക്കും. കാലങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് വലിയൊരു ആഘോഷമാണ്, വലിയ സന്തോഷമാണ്. അതായത് ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഇന്നത്തെ ടീച്ചേഴ്സിനെ വലിയ സന്തോഷത്തോടെയാണ് റിട്ടയർ ചെയ്യുന്നത്. 2010 മുതൽ 2015 വരെ 5 വർഷക്കാലമാണ് മെയിൻ ടീച്ചറോടൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചത്. അന്ന് LP സ്കൂള് പള്ളിയുടെ അടുത്ത് അവിടെയായിരുന്നു. പള്ളി പണിയുന്നത് മൂലം, സ്ഥലപരിമിതി മൂലം അവിടെ നിന്ന് സ്കൂൾ മാറ്റി ഇന്ന് കാണുന്ന ഈ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അവിടെ സ്കൂൾ നടക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ LP സ്കൂളും ഈ ഹൈസ്കൂളും തമ്മിൽ കാര്യമായൊരു ബന്ധം തന്നെ ഇല്ല എന്ന് പറയാം. വളരെ അകലെ ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെ എത്തിപ്പെടാനൊന്നും അത്ര സൗകര്യമില്ല. മാത്രമല്ല ഇവിടുത്തെ ഈ കാര്യങ്ങൾ വിട്ട് അങ്ങോട്ട് പോകാനായിട്ടുള്ള സമയം കിട്ടാറില്ല. പിന്നീട് പോൾസനച്ചനാണ് പള്ളിപ്പണിയുടെ സമയത്ത് അത് ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. സ്ഥല സൗകര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇവിടെ മാറ്റി സെറ്റായി
അപ്പോൾ പിന്നെ സ്കൂളിൻ്റെ ഹൈസ്കൂളോട് ചേർന്ന LP വന്നതോടുകൂടിയിട്ട് പെട്ടെന്ന് എത്തിപ്പെടാനും കാണാനും എല്ലാം വളരെ സൗകര്യമായിരുന്നു. LP സ്കൂളിലെ അന്ന് 8 ഡിവിഷനിൽ 9 ടീച്ചേഴ്സാണ് ഉണ്ടായിരുന്നത്. ആ 9 പേരും ചേർന്ന് ഏറെക്കുറെ ആ LP സ്കൂളിനെ ഏറ്റവും നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പാഠ്യേതര പ്രവർത്തനങ്ങളും അവരെല്ലാവരും ഒന്നു ചേർന്ന് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് അത് നടത്തുകയും അതിൻ്റെ സമ്മാനദാനം അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തെ ചടങ്ങിന് മാത്രം ക്ഷണിച്ച് ആ പരിപാടി മാത്രമേ HMന് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ആ പരിപാടികൾക്കെല്ലാം നേതൃത്വം വഹിച്ചിരുന്നതും എല്ലാ ടീച്ചേഴ്സിനെയും കൂട്ടിയിണക്കിക്കൊണ്ട് എല്ലാ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നതും മേരി ടീച്ചറായിരുന്നു. ഞാൻ വീട്ടിൽ പറയാറുണ്ട്, ഞങ്ങളുടെ സ്കൂളിലെ LP സെക്ഷൻ്റെ മേരി ടീച്ചറാണ് HM. അവിടേക്ക് നോക്കേണ്ട കാര്യമില്ല. ചാക്കോഷ പറഞ്ഞതുപോലെ ആ ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട. എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടെ ഭംഗിയോടെ നടത്താനുള്ളൊരു കഴിവ് ആ ടീച്ചർക്കുണ്ടായിരുന്നു. അതിനുശേഷം ടീച്ചർ HM ആയി സെൻറ് മേരീസ് LP സ്കൂളിലേക്ക് മാറി. ഈ അധ്യയന വർഷം അവസാനം ടീച്ചർ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. HM ആയി കഴിഞ്ഞാൽ അറിയാം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. മറ്റ് സഹായിക്കാനായിട്ട് ഹൈസ്കൂളിൻ്റെ പോലെ ക്ലർക്കോ മറ്റ് പിയോണോ ആരുമില്ല. എല്ലാ കാര്യങ്ങളും HM തന്നെ ചെയ്യണം. സഹായികൾ ആരുമില്ല. ഓഫീസുകൾ കയറി ഇറങ്ങണം. എല്ലാ കാര്യങ്ങളും ടീച്ചർ തന്നെ ശ്രദ്ധിക്കണം. അങ്ങനെ ടീച്ചറുടെ ശ്രമഫലമായി ആ സ്കൂളിനെ അതിൻ്റെ ടീച്ചർ ചെല്ലുന്ന സമയത്തെ അവസ്ഥയേക്കാൾ ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് മാറ്റാനായിട്ട് ടീച്ചർക്ക് സാധിച്ചു. തൃശ്ശൂർ അതിരൂപതയുടെ ബുള്ളറ്റിൻ, ഈ ഫെബ്രുവരി മാസത്തെ ബുള്ളറ്റിൻ ഞാൻ വായിച്ചപ്പോൾ അതിൽ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ ന്യൂസിൽ സെൻറ് മേരീസ് LP സ്കൂളിൻ്റെ പേര് ഞാൻ കണ്ടു. ആ സ്കൂളിലെ ജിത EJ എന്ന ടീച്ചർ 4ാം ക്ലാസ്സിലെ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ 4ാം ക്ലാസ്സിലെ കുട്ടികളിൽ 100% വിജയം നേടിയ ലിസ്റ്റിൽ സെൻറ് മേരീസ് LP സ്കൂളിൻ്റെ പേര് ഞാൻ വായിച്ചു. തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു കാര്യമാണ്. എത്രയോ സ്കൂളുകൾ നമ്മുടെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയിലുണ്ട്. അതിൽ സെൻറ് മേരീസ് LP സ്കൂൾ കോർപ്പറേറ്റ് ബുള്ളറ്റിൽ പേര് വന്നു എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമൊന്നുമല്ല. വിരമിക്കുന്ന ഈ സമയത്ത് ടീച്ചറുടെ ശ്രദ്ധ 34 വർഷം സ്കൂളിലായിരുന്നു പ്രധാനമായും ടീച്ചർ ശ്രദ്ധിക്കാൻ സാധിക്കും. വീട്ടിൽ തന്നെ മക്കളുടെ മക്കള് അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് സന്തോഷമായി സമാധാനമായി അതോടൊപ്പം തന്നെ പള്ളിയോട് ചേർന്ന് പള്ളിയുടെ പ്രവർത്തനങ്ങളും സഹകരിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ടീച്ചറുടെ ബന്ധുമിത്രാദികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇടവകക്കാരെ, മേരി ടീച്ചറെ പറ്റി ഞാൻ ഇവിടേക്ക് വരുന്നതിന് കുറച്ച് മുമ്പ് മാത്രമാണ് ടീച്ചറെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചത്. എന്നിരുന്നാലും ടീച്ചർ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഇവിടെയായാലും 24 വർഷക്കാലം ടീച്ചർ ഈ സെൻറ് ജോസഫിൻ്റെ നെടുംതൂണായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. LP വിഭാഗത്തിലാണ് ടീച്ചർ പ്രവർത്തിച്ചിരുന്നത്. അവിടെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടുകളുമായിട്ട് ഇവിടെ സ്റ്റാഫിനോട് ചേർന്ന് മാനേജ്മെൻറ്റിനോട് ചേർന്ന് ഒത്തൊരുമയോടെ ടീച്ചറുടേതായ വ്യക്തി വൈഭവം പ്രകടമാക്കിക്കൊണ്ടാണ് ഇവിടെ 24 വർഷക്കാലം ടീച്ചർ സേവനം ചെയ്തത്. 2022 ടീച്ചർ ഇവിടെ നിന്ന് പ്രമോഷനായിട്ട് താല്പര്യമില്ലാതിരുന്നിട്ട് കൂടി മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് ടീച്ചറുടെ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ടീച്ചർ സെൻറ് മേരീസിലേക്ക് പറിച്ച് നടപ്പെട്ടു. ടീച്ചർ അവിടെ
ആ 3 വർഷക്കാലം ടീച്ചർ നല്ല രീതിയിൽ വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടതായിട്ട് തനിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി പ്രവർത്തനങ്ങൾ അവിടെ ടീച്ചർ ചെയ്തു. കുട്ടികളുടെ കുറവുണ്ടായിരുന്നു. ആ കുറവുകൾ ടീച്ചർ തന്നാലാകുന്ന വിധത്തിൽ ടീച്ചർ 2-3 തലമുറയെ പഠിപ്പിച്ച ശിഷ്യഗണങ്ങൾ ഈ ഏനാമാവിലും പരിസര പ്രദേശങ്ങളിലുണ്ട്. ആ സ്വാധീനം കൃത്യമായിട്ട് ടീച്ചർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും, നാടിനെയും നാട്ടുകാരെയും ഇടവകയെയും മാനേജ്മെൻറ്റിനെയും സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രയത്നിച്ചു. കാലഘട്ടങ്ങളിലൊക്കെ ടീച്ചർ കൃത്യമായിട്ട് ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ എനിക്കും ഈ നാടുമായിട്ട് ബന്ധപ്പെടുത്തുവാനും ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടുത്തുവാനും എല്ലാം ടീച്ചർ സഹായിച്ച ഒരു വ്യക്തിത്വമാണ്. ഏറ്റവും നല്ലതാകട്ടെ ഈ ഇടവകയ്ക്കും നാടിനും അഭിമാനമായിട്ട് ടീച്ചർക്ക് ഇനിയും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഇടയ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പ്രത്യേക ദിവസമാണ്. സന്തോഷവും വികാരഭരിതവുമായ ദിവസം. 34 വർഷം നീണ്ട അധ്യാപന സേവനത്തിന് ശേഷം ഞങ്ങളുടെ അമ്മ മേരി വിരമിക്കുന്ന ഈ സന്ദർഭത്തിൽ അമ്മയുടെ അസാധാരണമായ യാത്രയെ ആഘോഷിക്കാൻ ഞങ്ങളിവിടെ ഒത്തുചേർന്നിരിക്കുന്നു. ഈ ആഘോഷത്തിലേക്ക് നിങ്ങളെയും ഞങ്ങൾ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1964 മാർച്ചിൽ ഈനാശുവിൻ്റെയും ലില്ലിയുടെയും മകളായി ജനിച്ച അമ്മ കുട്ടിക്കാലം മുതലേ ഒരു അധ്യാപികയാവണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അന്നത്തെ ആ ലളിതമായ സ്വപ്നം അനവധി വിദ്യാർത്ഥികളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു പ്രയാണമായി മാറി എന്നത് തീർച്ചയായും അവിസ്മരണീയമാണ്. ഈ നിമിഷം വരെ ജീവിതത്തിൽ എന്തിനും നോക്കിയില്ല. ചെറുതും വലുതുമായ പ്രതിബന്ധങ്ങൾ പലരും ജീവിതത്തിൽ വന്നപ്പോഴും പുറത്ത് ശുഭാപ്തി വിശ്വാസവും അതിനായുള്ള പ്രയത്നവും നേടി ഒപ്പം തന്നെ ചേർത്ത് വെച്ചു. 1991 വർഷം അമ്മയുടെ ജീവിതത്തിൽ സീറ്റ് വിവാഹം കഴിച്ച് ഒരു പുതിയ ജീവിതയാത്ര തുടർന്നു ചെയ്തു. ആഗസ്റ്റ് മാസം 1991 വർഷം തുടങ്ങുമ്പോൾ മേരിയായിരുന്ന അവൾ ആ വർഷം കഴിയുമ്പോഴേക്കും ഭാര്യ, ടീച്ചർ, അമ്മ എന്നീ 3 ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. പ്രധാനപ്പെട്ട ഒന്നായി മാറി. സെന്റ് ജോസഫ്സിലെ അധ്യാപക കാലം മുഴുവൻ മേരിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും സ്വയം അറിയാനും ഉദാഹരണമായി. ഒപ്പം തന്നെ ഒരു വിഭാഗം കുട്ടികളെ പഠനത്തിന് പുറമെ മറ്റു പല മേഖലയിലേക്കും സ്വാധീനിക്കാനും അവരിലേക്കുള്ള കലാവാസനകളെ ഉണർത്തിയെടുക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും പരിശീലിപ്പിക്കാനും സാധിച്ചു. സ്കൂളിന്റെ പ്രവർത്തന മേഖലകളുമായി ബന്ധപ്പെട്ടു 34 വർഷത്തെ സേവനത്തിനിടെ ഒരു അധ്യാപിക എന്നതിലുപരി ഒരു ഗുരു, മാർഗദർശക, പ്രചോദനം എന്നിവയാകുവാൻ അമ്മയ്ക്ക് സാധിച്ചു. അമ്മയുടെ ചിന്തകളും അറിവുകളും ഇന്നും ഞങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. അമ്മയ്ക്കായി എല്ലാ പ്രാർത്ഥനകളും ആശംസകളും. അമ്മയ്ക്ക് സന്തോഷകരമായ ഒരു റിട്ടയർമെന്റ് ലൈഫ് നേരുന്നു. ചെറിയ ഒരു ഡാൻസ് നമുക്ക് കുട്ടികളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. देखो क्या वो पेड़ है चादर ओढ़े या खड़ा हो। देखो देखो क्या वो पेड़ है चादर ओढ़े या खड़ा कोई। बारिश है आसमान में छोड़ दिए हैं नदी नहीं। हम जैसे देखेंगे जैसी नजर अपनी खुद सोचे आओ चल 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 मैं आप बोली।
से भी सोचो ना, सोचो सूरज रोज ना आएगा, बादल भिगो के ये बुद्धू बनाए हमें ये सारे तारे टिमटिमाए, या फिर गुस्से में कुछ बड़बड़ाने लगे, कुछ समझे ना हमसे मिलाओ, അടുത്തതായി നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നവർക്ക് ആശംസകൾ അറിയിക്കാനാണ്. മേരി മോളെ നമുക്ക് ഇവിടെ എത്തിച്ചേർന്നവർക്ക് ആശംസകൾ അറിയിക്കാനും മെമ്മറികൾ ഷെയർ ചെയ്യാനുള്ള ടൈമാണ്. ആർക്കെങ്കിലും ആശംസകൾ അറിയിക്കാനുണ്ടെങ്കിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ മണലൂർ സെൻറ്റ് ഇഗ്നേഷ്യസ് UPSയുടെ അച്ഛനായിരുന്നു. റിട്ടയർ ചെയ്ത ആളാണ്. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം മേരി ടീച്ചർ. 94 ജൂൺ 6 മുതലുള്ള പരിചയമാണ്. ഞങ്ങൾ 4 വർഷക്കാലമാണ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. എന്നെക്കാളും ജൂനിയർ ആണെങ്കിലും എൻ്റെ റോൾ മോഡലായിരുന്നു മേരി ടീച്ചർ. മേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ചതിക്കാത്ത സുഹൃത്താണ് പുസ്തകം എന്നൊക്കെ. അത് അക്ഷരം പ്രതി മേരി ടീച്ചറുടെ കാര്യത്തിൽ സത്യസന്ധമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് ഫ്രണ്ട്സ് നമ്മുടെ മുമ്പിലൊക്കെ നന്നായി അഭിനയിക്കും, തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോളത്തിരുന്ന് ചെയ്തില്ല, അങ്ങനെയുള്ള ഫ്രണ്ട്സുകളാണ് ഇന്നത്തെ കാലത്ത് ഒരു 50% വളരെ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. എന്നെക്കാളും ജൂനിയർ ആണെങ്കിലും ഞാൻ പറഞ്ഞു എൻ്റെ റോൾ മോഡലാണ് മേരി ടീച്ചർ. ആ മേരി എന്ന വാക്ക് അത് മേരി ടീച്ചറുടെ മുഖത്തന്നെയുണ്ട്. 100% ആത്മാർത്ഥത, ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മേരി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണ്. ഞാൻ 4 വർഷക്കാലം മേരി ടീച്ചറുടെ ഒപ്പം വർക്ക് ചെയ്താലും എൻ്റെ മക്കളെ മുല്ലശ്ശേരി സ്കൂളിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാനും, മക്കളുടെ ചിറ്റാട്ടുകര സ്കൂളിലാണ് എൻ്റെ മോള് പഠിച്ചിരുന്നത്. അവിടെ ഈ 1ാം ക്ലാസ്സിലെ LPയിലും കാര്യമായിട്ടൊന്നൊരു ബന്ധം കുറവാണ്. അപ്പോൾ മേരി ടീച്ചറോട് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, കൂടി കൂരണം. അപ്പം എൻ്റെ മോൾക്കാച്ച കളിക്കാൻ സ്റ്റേജ് കിട്ടാണ്ട് ഞാൻ പറഞ്ഞു, നീ എൻ്റെ സ്കൂളിലേക്ക് പോരെ. ഇവിടെ മേരി ടീച്ചറെ അടുത്ത് കൊണ്ടുവന്ന ആനിവേഴ്സറിക്ക് പാട്ട്, ഡാൻസ്, സകല പരിപാടി. അതുപോലെ തന്നെ ഞാൻ മുല്ലശ്ശേരി സ്കൂളിൽ വരുമ്പോൾ ഒന്നുമല്ലായിരുന്നു, മേരി ടീച്ചറുടെ കുട്ടികളോടുള്ള പെരുമാറ്റം, അധ്യാപകരോടുള്ള പെരുമാറ്റം, ക്ലാസ് എങ്ങനെ എടുക്കണം, എല്ലാ കാര്യങ്ങളിലും 100% പെർഫെക്റ്റ് ആയിരുന്ന ടീച്ചറുടെ രീതികൾ കണ്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഞാൻ അങ്ങനെ ചിറ്റാട്ടുകരയ്ക്ക് പോയി, ടീച്ചറും അവിടെ നമാവിലേക്ക് പോകുന്നു. അങ്ങനെ സ്കൂള് നാമാവിശേഷമായി. ഇപ്പോൾ അവിടെ കൊടിമരം പോലും പറിച്ചിട്ടത് കാണുമ്പോഴൊക്കെ ഒരു വിഷമമുണ്ട്. ആഗസ്റ്റ് 15-നൊക്കെ ഞങ്ങളുടെ ടീച്ചറ് കുട്ടികൾ, ഞങ്ങളുടെ പിള്ളേരെ ഒക്കെ ലൈസാമ്മ ടീച്ചർ, മേരി ടീച്ചർ, ജോൺ ടീച്ചറൊക്കെ വന്നിട്ടുണ്ടാവുന്ന അറിയില്ല. അവരുടെ പിള്ളേരെയൊക്കെ അവിടെ കൊടുത്ത് പഠിപ്പിച്ചിരുന്നതാണ്. ഇപ്പം സ്കൂൾ അങ്ങോട്ട് നാമാവിശേഷമായി. പിന്നെ ടീച്ചർ ഇങ്ങോട്ട് പോകുന്നു, ഞാൻ ചിറ്റാട്ടുകരയ്ക്ക് പോയി. പിന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ അവിടെയാണെങ്കിലും ഏത് പ്രവർത്തനം നടത്തുമ്പോഴും ആ ബന്ധം ഞാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ വരെ തുടർന്നുണ്ട്. ഇനി നാളേക്ക് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിലൊക്കെ തുടർന്നുകൊണ്ടിരിക്കും. ടീച്ചറോട് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ പരിപാടിയും ഇങ്ങനെ ചെയ്ത പോലെ കുഴപ്പമുണ്ട പേര്. ഇന്ന് യൂട്യൂബും എല്ലാ പരിപാടികളും വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഒരു തിരുവാതിരക്കളി, മാർഗംകളിയൊക്കെ പാട്ട് മേരി ടീച്ചറുടെ അടുത്തേക്ക് വരും. ഞാൻ എൻ്റെ കെട്ടിയവനും ഞങ്ങളൊക്കെ വീടടക്കവിടായിട്ട് ഫ്രണ്ട്സാണ്. മേരി ടീച്ചർ വീട്ടിൽ വരും, ആ പാട്ട് പാടിച്ചു കൊണ്ടുപോകും മേരി ടീച്ചറുടെ കയ്യിൽ നിന്ന്. അങ്ങനെ എല്ലാ കലാപരിപാടികളിലും മേരി ടീച്ചറുടെ അഡ്വൈസാണ് ഞാൻ തേടാറ്. അതുപോലെ തന്നെ സ്കൂളിലെ പ്രവർത്തനങ്ങൾ. ഞാൻ മണലൂർ വന്നപ്പോൾ അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. 7ാം ക്ലാസ്സിൽ ഒരു കുട്ടി കുറഞ്ഞ ഡിവിഷൻ പോകും, 6ാം ക്ലാസ്സിൽ 2 കുട്ടി കുറഞ്ഞ ഡിവിഷൻ പോകും. അങ്ങനെ ആകെ ഒരു കഷ്ടകാലം സമയത്താണ് ഞാൻ ചെന്ന് കയറിയത്. പിന്നെ എനിക്കൊരു ആശ്വാസം, മേരി ടീച്ചറെ വിളിച്ച് ഞാൻ ഉടനെ തന്നെ മേരി ടീച്ചറെ കാര്യങ്ങളൊക്കെ പരിഗണനയിലാണ്. പിന്നെ എന്നെ ആത്മാർത്ഥത കഴിച്ച മാഷാണ് ചാക്കോ മാഷ്, പിന്നെ ഇവിടുത്തെ ക്ലർക്ക് ആൻഡേട്ട, അങ്ങനെ എല്ലാവരും ഇട്ടാ. സോഫി ടീച്ചർ കണ്ടില്ല. അങ്ങനെ എല്ലാ കാര്യത്തിനും എന്നെ സഹായിച്ച സ്കൂളാണ് ഏനാമാവ് സ്കൂള്. അതുകൊണ്ട് എനിക്ക് ഈ സ്കൂളായിട്ട് വളരെയധികം ബന്ധമെടുപ്പുണ്ട്. പിന്നെ മേരി ടീച്ചർ ഇപ്പം ഞാൻ 4 സംസ്ഥാന അവാർഡ് ലഭിച്ചതിൽ
ടീച്ചറാണ്. എനിക്ക് ടീച്ചറോട് വളരെയധികം കടപ്പാടുണ്ട്. ഞാൻ ആനിവേഴ്സറിക്ക് വന്നു. ഇന്നും വന്നത് ടീച്ചറോടുള്ള 100% ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് മാത്രമാണ്. ഇനി ടീച്ചറുടെ വീട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതലാവുണ്ടെന്ന് അറിയാൻ എനിക്ക് പറയുന്നത് അതിന് വേണ്ടിയില്ല കേട്ടോ. ഇതൊരു അവസരം വേറെ കിട്ടില്ല എന്നറിയാം. മേരി ടീച്ചർ പറഞ്ഞാൽ അധികമൊന്നും പറയരുത്. ഇവിടെ ഗ്രേസിറ്റോട് പറഞ്ഞിട്ടായിരുന്നു അധികമൊന്നും പറയണ്ട. എനിക്കതൊരു ചെറിയ നിർദ്ദേശം കിട്ടിയിട്ടാ. ഒരു മിനിറ്റ് വരെ വീട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഞങ്ങൾ വീട്ടിലേക്കൊക്കെ പല പ്രാവശ്യം മേരി ടീച്ചർ വന്നിട്ട് മേരി ടീച്ചർ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ജോസഫ്. അപ്പം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സഹോദരനോട് ഇങ്ങനെയുള്ള ഭിന്നശേഷിയുള്ള സഹോദരനോട് മേരി ടീച്ചർ പെരുമാറുന്ന കാണുമ്പോൾ വീട്ടിലെ സ്വന്തം സഹോദരൻ സ്വന്തം ആങ്ങളാരോട് പെരുമാറുമ്പോൾ സ്വന്തമായിട്ടാണ്. അവനങ്ങനെ ഒരു ഭിന്നശേഷിക്കാരനാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തില്ല. ഒരാൾ വരുമ്പോൾ കൊണ്ട് മാറ്റി നിർത്തില്ല. അവരെ മുമ്പിലേക്ക് കൊണ്ടുവരാനും അവൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചതൊക്കെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പിന്നത്തെ കൊല്ലാണ് മരിച്ചത്. അപ്പം ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഏത് ഭിന്നശേഷിക്കാരനായാലും ആരുടെ മുമ്പിലും പറയാനും എനിക്ക് അങ്ങനെ ഒരു കുറവുണ്ടെന്നും എൻ്റെ അനിയന് അങ്ങനെ ഒരു കുറവുണ്ടെന്നും പറയാനും മേരി ടീച്ചർക്ക് ഒരു മടിയില്ല. അപ്പോൾ 100% നിറകുണ്ടാണ്. അപ്പോൾ ഇനിയും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും ഇനിയും ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മക്കളൊക്കെ നല്ല നിലയിലാണ്. ഗിഫ്റ്റി പിന്നെ പേരൊക്കെ മറന്നു 3 ആളുണ്ട്. അപ്പോൾ 3 പേര് നല്ല നിലയാണ്. സാമ്പത്തികമായിട്ടൊക്കെ വെൽ സെറ്റപ്പാണ്. അതുകൊണ്ടൊന്നും ഇനി പേടിക്കാനില്ല. അപ്പോൾ എല്ലാ നല്ല ഭാവി ജീവിതം ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഒരു ചെറിയൊരു പ്രോഗ്രാം എന്തായാലൊക്കെ ആയിരുന്നു. കാരണം പള്ളിയിൽ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാളാണല്ലോ പാടുന്നത് എന്നൊരു സന്തോഷവും അഭിമാനമൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ പ്രധാന കഴിവുകൾ എന്ന് പറയാനായിട്ടുള്ളത് മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ചെറുപ്പത്തിലൊക്കെ ഈ പങ്കുപോലും അതുപോലെ ഈ സൺഡേ എക്സത്തിൻ്റെ ഫെസ്റ്റിവൽ ഫെസ്റ്റിവലൊക്കെ പഠിക്കുമ്പോൾ വീട് നടത്തിയുള്ള ഡാൻസ് പഠിക്കാനായിട്ട് ഒരു വട്ടം എനിക്കുള്ള ഡാൻസ് കളിക്കുന്നത് അവയിലേക്ക് പോയി നിർബന്ധിച്ച് ഡാൻസ് കളിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക് പഠിപ്പിക്കുകയും വേണ്ടി എൻ്റെ ആശംസ. ജോസഫ് ഹൈസ്കൂളിൻ്റെ സ്നേഹാദരം ടീച്ചർക്ക് നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ നൽകുന്ന ഒരു കൊച്ചു സമ്മാനം നൽകുന്നതിന് വേണ്ടി മേരി ടീച്ചറെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എന്നെ പഠിപ്പിച്ച അധ്യാപകരും എൻ്റെ മക്കളെ പഠിപ്പിച്ച അധ്യാപകരും കൂടിയുണ്ട്. പക്ഷേ ഞാനൊരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. സെൻറ്റ് ജോസഫ് സെൻറ്റ് മേരീസ് എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കാൻ മുൻകാലങ്ങളിലെ അധ്യാപകർ ശ്രമിച്ചിരുന്നു എന്നെനിക്കറിയാം. പക്ഷേ മേരി ടീച്ചർ വന്നതിൻ്റെ ശേഷം ഞാൻ മേരി ടീച്ചറുമായി സംസാരിച്ചു. മേരി ടീച്ചർ വളരെ സന്തോഷത്തോടു കൂടി ഓരോ ബാച്ചിലെയും കുട്ടികളെ ആഡ് ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് അത് അതിവിജയകരമായി ഞങ്ങളിപ്പോൾ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളായി മാറി എന്നുള്ളതാണ് മേരി ടീച്ചർ ഞങ്ങൾക്ക് തന്ന സമ്മാനം. ഞങ്ങളുടെയൊക്കെ കാലത്ത് എല്ലാവരും 10ാം ക്ലാസ് എത്തിയിരുന്നില്ല, അല്ല ജോസ് മാഷേ? എത്തിയിരുന്നില്ല. പലരും 4ൽ വെച്ച് പോയവരുണ്ട്, 5ലെത്തി പോയവരുണ്ട്, 9ാം ക്ലാസ് വെച്ച് പോയവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ എറണാകുളത്തിലെ പൂർവ്വ വിദ്യാർത്ഥി യൂണിയനിലെ വൈസ് പ്രസിഡന്റും കൂടിയാണ് ഞാൻ. ഞങ്ങൾക്ക് ഹൈസ്കൂളിലെ ബന്ധങ്ങൾ മാത്രമേ ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ LP കുട്ടികളാണ്. ആ LP കുട്ടികളിലേക്ക് ഞങ്ങളെ നിഷ്കളങ്കമായ ബാല്യത്തിലേക്ക് കൊണ്ടുപോയത് നമ്മുടെ സ്വന്തം മേരി ടീച്ചറാണ്. കൊണ്ടുപോവുക മാത്രമല്ല കേട്ടോ, ടീച്ചർ നല്ലൊരു കലാകാരിയാണ്, ഗായികയാണ്, എല്ലാവർക്കും അറിയാം. ആ ഗ്രൂപ്പുകളിലെ ഓരോ അവസരങ്ങൾ വരുമ്പോഴും കലാപ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന എല്ലാ
വിദ്യാർത്ഥിനികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കലാപ്രകടനം അവിടെ ടീച്ചർ നിർബന്ധമായി ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. ഒപ്പം ആ സ്കൂളിൽ നിന്ന് പിരിഞ്ഞുപോയ ഇപ്പോൾ നല്ല പൊസിഷനിലിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും കണ്ടെത്തിക്കൊണ്ട് ഓരോരോ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയൊരു മനസ്സ് എന്നെയും അങ്ങനെ ബാലകേരി ഉദ്ഘാടനം ചെയ്യാൻ ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു. ഞാൻ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് യൂണിറ്റിൻ്റെ ഒരു പ്രവർത്തകയായതുകൊണ്ട് കുട്ടികൾക്കുള്ള ഒരു വിഷയം വന്നപ്പോൾ ആ വേദിയെ എന്നെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോ വർഷവും 2-3 വിദ്യാർത്ഥിനികളെ തീർച്ചയായും ഓരോ പ്രോഗ്രാം കണ്ടെത്തിക്കൊണ്ട് ഞങ്ങളതിലേക്ക് ഉൾപ്പെടുത്തിക്കാൻ നമ്മുടെ ടീച്ചർ ഞങ്ങളെ നിർബന്ധിക്കാറുണ്ട്. വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം LP-യിലെ ഒരു യാത്രയപ്പ് യോഗത്തിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അവിടെ വന്ന എനിക്ക് പേരറിയാത്ത എൻ്റെ ക്ലാസ്മേറ്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ പേര് മറന്നുപോയി, പക്ഷെ അവർക്ക് എന്നെ അറിയായിരുന്നു. ഷൈനി എന്ന് വിളിച്ചപ്പോൾ കുട്ടിയുടെ പേരെന്താണെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റുമോ? അതൊരു ബുദ്ധിമുട്ടല്ലേ? അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമല്ലേ. പക്ഷേ അറിയുന്ന മാതിരി അവരെയും വേദനിപ്പിക്കാതെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ടീച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. LP-യിലെ പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ടീച്ചറുടെ ഈ വിരമിക്കൽ ഫംഗ്ഷന് പങ്കെടുക്കുന്നത് മനസ്സ് നിറഞ്ഞാണ്. ടീച്ചറോട് ഒന്ന് പറയാനുണ്ട്. നമ്മുടെ ജോസ് മാഷ് പറഞ്ഞതുപോലെ കരഞ്ഞു കുളിച്ച് പോകുന്ന ഒരു കാലഘട്ടമൊന്നുമല്ല ഇപ്പോൾ. വളരെ സന്തോഷത്തോടെ വിരമിക്കൽ ജീവിതം കാഴ്ചവെക്കുന്നവരാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്ന അധ്യാപകർ ടീച്ചറെ പറയാറുണ്ട്, ഷൈനി ഒന്നിനും നേരമില്ല, വീട്ടിലെ ഒന്നിനും നേരമില്ല എന്ന് പറയും, വയ്യ. പക്ഷേ അങ്ങനെ പറയുന്ന എൻ്റെ സ്നേഹമുള്ള അധ്യാപകരോട് ഞാൻ പറയുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, വയസ്സും പ്രായമുള്ള ഒരു വിഷയമല്ല. പക്ഷേ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ചെറുപ്പം നിലനിർത്താൻ നമ്മൾ ചെയ്യുന്ന. ടീച്ചർ പള്ളി, അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനം, നമ്മുടെ ഞാനൊരു രാഷ്ട്രീയക്കാരിയായതും കൂടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നും കൂടി, അതായത് ഒരു പൊതുജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികളെ മാത്രമല്ല വലിയവരുടെയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു മനസ്സിനൊരു ചാരിതാർത്ഥ്യം ഉണ്ടാവും. ടീച്ചർക്ക് അതിന് സാധിക്കട്ടെ. തുടർന്നുള്ള ജീവിതം ടീച്ചർ ഒരിക്കലും കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരു ടീച്ചറല്ല, ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികയാണ്. ആ പ്രവർത്തന നിരത തുടർന്നുള്ള ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും കൂടി ടീച്ചർ ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അല്പം നേരം വൈകിട്ടുണ്ട്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ തറവാടിൻ്റെ 2 പരിപാടി ഒരുമിച്ച് വെച്ചേക്കുക. എന്നിട്ട് തോട് വരുന്നപ്പോൾ ഞാൻ ഓടി ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇനി കുറച്ച് പേര് വരാണ്ട്. അവർ പറഞ്ഞു ഞാൻ പോയിപ്പോൾ ബാക്കി അവർ കുറച്ചൊക്കെ വരാണ്ട് പറഞ്ഞു. എന്തായാലും സന്തോഷമുണ്ട് ഈ പരിപാടിയിലേക്ക് ഓടി എത്താനായിട്ട്. ബെന്യാമിനെ കുറിച്ച് പറയുമ്പോൾ വീടിന് തൊട്ടടുത്ത് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഓടി വരുന്നതാണ് ബെന്യാമ. കാര്യങ്ങളിലേക്ക് അറിയാം, എൻ്റെ ജീവിത സാഹചര്യം അറിയാം. ആ സാഹചര്യങ്ങളൊക്കെ തന്നെയും ബെന്യാമയാണ് ഓടി വന്ന് പലപ്പോഴും പല സാഹചര്യങ്ങളൊക്കെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നിട്ടുള്ളത്. നമുക്കറിയാം, ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറഞ്ഞില്ല, ഇവിടെയുള്ള എല്ലാവരും ടീച്ചേഴ്സൊക്കെയാണ്, ടീച്ചറുമായി ബന്ധപ്പെട്ടവരാണ്. ടീച്ചർ എന്ന് പറയുന്നത് ഒരു റിട്ടേൺ ലൈഫ് ഒന്നും അവർക്കില്ലാന്ന് പറയാം. എല്ലായ്പ്പോഴും ടീച്ചേഴ്സ് എപ്പോഴും ടീച്ചേഴ്സ് തന്നെയാണ്, ഒരു മാറ്റം തന്നെയില്ല. അവരെല്ലായ്പ്പോഴും കാണുമ്പോൾ എല്ലാവരും ടീച്ചർ തന്നെയാണ് വിളിക്കുക. അത് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് അവർക്ക്. പ്രത്യേകിച്ച് ഉപദേശം എന്ന് പറയാൻ നമുക്കറിയാം, എല്ലാവരും പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞത് ഗായികയാണ്, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഇത് പ്രായം തോന്നുന്നില്ല, ഇപ്പോഴും ഒരു നിത്യഹരിത നായികരെ പോലെ ഇരിപ്പൊക്കെ അത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. നമുക്കറിയാം, ജീവിതത്തിൽ കാർമേഘം കണ്ട് ഭയപ്പെട്ട നിമിഷങ്ങൾ മറന്നേക്കുക, പക്ഷേ സൂര്യന് കീഴിൽ നിന്ന നിമിഷങ്ങൾ മറക്കരുത്. ജീവിതത്തിലെ പരാജയപ്പെട്ട നിമിഷങ്ങൾ മറന്നേക്കുക, പക്ഷേ വിജയം നൽകിയ തമ്പുരാനെ മറക്കരുത്. ആ ഒരു ബോധ്യത്തോടുകൂടി ഇനിയും തുടർന്നും ശിഷ്യഗണങ്ങളെ സമ്പാദിക്കുവാനും ഔദ്യോഗിക ജീവിതത്തിൽ ഇനിയും തുടർന്നു പോകാനായിട്ട് ഇനിയും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹപൂർവ്വം എൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും ആദരവും ഒക്കെ ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു. റിട്ടയർ ചെയ്ത അധ്യാപകരെ, ടീച്ചറുടെ കുടുംബാംഗങ്ങളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം.
ഞാൻ ഏറ്റവും ആദ്യം തന്നെ കുറേശ്ശൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നെ. ശരിക്കും പറയുകയാണെങ്കിൽ മേരി ടീച്ചറും ഞാനും ഒരുമിച്ച് ഒരേ വർഷത്തില് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ ആദ്യമായിട്ട് നടത്തിയ കോമൺ എക്സാമിൽ പരീക്ഷ എഴുതി ജോലിയിൽ പ്രവേശിച്ചവരാണ്. അതുപോലെ തന്നെ ഞങ്ങൾ TTCക്കും ഒരുമിച്ച് പാവർട്ടി CQC ട്രെയിനിങ് സ്കൂളിൽ ഒരേ വർഷത്തിൽ ടീച്ചർ എൻ്റെ സീനിയറായി ഞാൻ ജൂനിയറായിട്ട് പഠിച്ചതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ മേരി ടീച്ചർ ഏനാമാവ് സെയിൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ ജോലി ചെയ്ത കാലങ്ങളിലത്തെ ഒരുവിധം ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ആനിവേഴ്സറിക്കായിട്ടും ഇവിടെയൊക്കെ പങ്കുവെച്ച കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ ഓർമ്മയിലും. പക്ഷേ എനിക്ക് മേരി ടീച്ചർ അതിനേക്കാളൊക്കെ അപ്പുറം എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തക, അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ആശ്വാസം നൽകുന്ന ഒരു ചേച്ചി എന്ന നിലയിലൊക്കെയാണ് എൻ്റെ പരിഗണന. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഓരോ മത്സരങ്ങൾ വരുമ്പോഴും മേരി ടീച്ചർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമാണ്. എല്ലാ ഇനങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കാനും അതിനെ കറക്റ്റ് സമയങ്ങളിൽ തന്നെ അവരെ അതിനൊരുക്കുന്നതിനൊക്കെ മേരി ടീച്ചർ വളരെ ഉത്സാഹത്തോടു കൂടി പരിശ്രമിച്ചിരുന്നു. അതുപോലെ ടീച്ചേഴ്സിനെ തമ്മിൽ എല്ലാ കാര്യങ്ങളിലും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും മേരി ടീച്ചർക്ക് ഒരു വലിയ കഴിവാണ് ഉണ്ടായിട്ടുള്ളത്. സ്കൂളിൻ്റെ പൂർ ഫണ്ടിൻ്റെ കാര്യം എനിക്ക് പറയാതെ പറ്റില്ല. കാരണം നമ്മുടെ വിദ്യാലയത്തിൽ ഇപ്പോൾ ഒരു 6-7 കൊല്ലമായിട്ട് കുട്ടികളുടെ അച്ഛന്മാർക്കോ അമ്മമാർക്കോ ഒക്കെ അപകടങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ മരണമൊക്കെ സംഭവിക്കുമ്പോൾ അവരുടെ വീടുകളിൽ പോയിട്ട് നമ്മൾ ഒരു തുക കുട്ടികളുടെ പൂർ ഫണ്ട് കളക്ഷനിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രവർത്തനം തന്നെ തുടങ്ങി വെച്ചത് മേരി ടീച്ചറാണ്. പൂർവ്വ വിദ്യാർത്ഥികളെയൊക്കെ കണ്ട് ജോലിയൊക്കെ ആയവരുടെ കയ്യിൽ നിന്ന് ചെറിയ സംഭാവനകൾ, അതുപോലെ അധ്യാപകരുടെ വീടുകളിൽ ഓരോ ഫംഗ്ഷൻ നടക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് സംഭാവനകളൊക്കെ മേരി ടീച്ചർക്ക് അതിൻ്റെ പ്രത്യേകമായ ഒരു രീതിയിൽ അവരുടെ കയ്യിൽ നിന്നതൊക്കെ സ്വീകരിക്കാനുള്ള ഒരു കഴിവും ടീച്ചർ എല്ലാ സമയത്തും പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഏത് കാര്യങ്ങളിലും എത്ര നേരത്തെ വന്ന കുട്ടികളുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാനും ടീച്ചർക്ക് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. സ്ഥാനം ഏറ്റെടുത്ത് സെന്റ് മേരീസിലേക്ക് പോയപ്പോഴും തുടർന്നും എല്ലാ കാര്യങ്ങളിലും മേരി ടീച്ചറും ഞാനായിട്ട് നല്ല ഒരു കോണ്ടാക്റ്റിൽ ടീച്ചർ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്തും കൂടി വിളിച്ച് അന്വേഷിച്ച് അങ്ങനെ ചെയ്താൽ മതിയോ സോഫിയെ, അതല്ലേ നല്ലത്, അങ്ങനെ ആ ഒരു ബന്ധം ഇന്നും ഇന്നലെ വരെയും ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ കുറെ പേരുടെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ ടീച്ചറെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെ ആൾക്കാർക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ ടീച്ചറെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് അടുത്ത നമ്മുടെ സ്കൂളിൽ ജെയ്സൺ മാഷിന്റെ മകളുടെ സമ്മതമാണെന്ന് അതിന് പോകേണ്ട കാരണമാണ് ഇടയിൽ ഞാൻ വന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോ ടീച്ചറെ ഇനിയും എല്ലാ കഴിവുകളും ദൈവം നൽകിയ ഒരുപാട് കഴിവുകളുണ്ട്. മറ്റുള്ളവരുടെ നന്മകളെ കണ്ടറിഞ്ഞ് അവയെ വളർത്തിക്കൊണ്ടുവരാൻ, ചേർത്ത് പിടിക്കാൻ, ഏത് കുറവുകളിലും അവരെ ചേർത്ത് പിടിക്കാൻ ഒക്കെയുള്ള ടീച്ചറുടെ ആ കഴിവ് ഇനിയും സമൂഹത്തിന് ഉപകാരപ്പെടുത്താൻ പറ്റട്ടെ. കുടുംബത്തിനും സ്കൂളിനും വേണ്ടി ടീച്ചർ ചെയ്ത സേവനങ്ങൾക്കൊക്കെ ദൈവം വലിയ വില നൽകും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു മേരി ടീച്ചർ. മേരി ടീച്ചർ എൻ്റെ 2 മക്കളെയും പഠിപ്പിച്ചിട്ടുള്ള അധ്യാപികയാണ്. അതുപോലെ തന്നെ KTSൽ മേരി ടീച്ചർ ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്. ഈ 3 തലത്തിൽ നിന്നിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ സംസാരിക്കുകയുള്ളൂ, കാരണം സമയം പോയി എന്ന് എനിക്കറിയാം. LP വിഭാഗത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധയുണ്ടാകുന്ന അധ്യാപകർ ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്കൂളിൽ നിലനിൽക്കുള്ളൂ. കാരണം കുട്ടികളുടെ സ്വഭാവം രൂപവത്കരിക്കപ്പെടുന്നത് ഒരു 12 വയസ്സ് വരെ കുട്ടികളുടെ സ്വഭാവം രൂപവത്കരിക്കാൻ കഴിയും. അപ്പോൾ ഒരു 4ാം ക്ലാസ്സിനുള്ളിൽ രൂപവത്കരിച്ച് കഴിയും. ആ സമയത്ത് കുറെ ഉപദേശം കൊടുക്കണമെന്നായില്ല. അവരറിയാതെ അവരുടെ ഉള്ളിലേക്ക് കാര്യങ്ങൾ സന്വേഷിപ്പിക്കാൻ കഴിയുന്ന അധ്യാപികയാണ് അല്ലെങ്കിൽ അധ്യാപകനാണ് യഥാർത്ഥ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപിക. ആ കാര്യത്തിൽ ടീച്ചർ തിളങ്ങിയിട്ടുണ്ട്. കാരണം എൻ്റെ 2 മക്കളും ആൺകുട്ടികളായിരുന്നു. അവർക്കിപ്പോൾ ഡാൻസ്, പാട്ട് തുടങ്ങിയ കാര്യങ്ങളിൽ എൻ്റെ ക്വാളിറ്റിയിൽ ഉണ്ടാവുള്ളൂ. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് അറിയാലോ, അതേ ക്വാളിറ്റി വലിയൊരു ക്വാളിറ്റി ഉണ്ടാവില്ല. പക്ഷെ അവരൊക്കെ എല്ലാ ആനിവേഴ്സറിയിലും അവർക്ക് രംഗത്തുണ്ടാവും, ഈ സ്റ്റേജിലും ഉണ്ടാവും. ഒരു കല്ലുമുട്ടോട്ട് വേഷം കെട്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും
കാര്യത്തിൽ പാട്ട് പഠിക്കട്ടോ അവർ രംഗത്തുണ്ടാവും. അവരുടെ സ്വഭാവം കലാരംഗത്തേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ LP വിഭാഗത്തിലാണ്, പ്രത്യേകിച്ച് ടീച്ചർക്കാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. ഒന്നാമത്തെ കാര്യം, കേറ്റിസം എന്ന വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു അല്ലേ? അവിടെയും ഇത് തന്നെയാണ്. നല്ല മികച്ച ഒരു അധ്യാപിക. കേറ്റിസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പേരൊക്കെ മാറ്റി വിശ്വാസ പരിശീലനം നടത്തുകയാണ് അല്ലേ? അപ്പൊ ഒരു വിശ്വാസ പരിശീലനം എങ്ങനെയായിരിക്കണം? ആളെ കണ്ടിട്ടല്ലേ മറ്റൊരു പരിശീലനം നേടുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വിശ്വാസ പരിശീലക എന്ന നിലയ്ക്ക് ഞങ്ങളുടെ യൂണിറ്റിൽ വളരെ മനോഹരമായ രീതിയിൽ കാര്യങ്ങൾ ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 65 വയസ്സ് വരെ തുടരാം. എനിക്കൊക്കെ ഒരു 60 വയസ്സിൽ പോകണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പരസ്യം പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷേ ടീച്ചർക്ക് അതൊന്നും പോണ്ട. ടീച്ചർക്ക് അതിൻ്റെ ആരോഗ്യമുണ്ട്, സന്തോഷമുണ്ട്, കാര്യങ്ങളുണ്ട്. ഭംഗിയായിട്ട് 60 വയസ്സ് വരെ തുടരട്ടെ. അപ്പോൾ ഈ യൂണിറ്റിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇനി എന്നൊരു സഹപ്രവർത്തക നിലയ്ക്ക് 2 വാചകം പറയാം. ഒരിക്കലും ടീച്ചർ ആരോടും ദേഷ്യപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? എപ്പോഴും ചിരിക്കുന്ന മനസ്സോടെ, സന്തോഷത്തോടെ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചവച്ചിറക്കി കയ്പ് നീര് ഇറക്കി കുടിക്കുന്ന പോലെ ഇറക്കിക്കൊണ്ട് എല്ലാവരെയും സന്തോഷത്തിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ചുരുക്കം ചില വ്യക്തിത്വങ്ങളെ ലോകത്തിൽ ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിയാണ് മേരി ടീച്ചർ. ആരോടും ദേഷ്യപ്പെടുന്നതായിട്ട് കണ്ടിട്ടില്ല. ഞാനൊക്കെ പലപ്പോഴും ദേഷ്യപ്പെട്ടിട്ടുണ്ട്, പലപ്പോഴും തീരുമാനങ്ങൾ യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, മാറി സ്റ്റാഫിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും മേരി ടീച്ചർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാൻ കഴിയുന്ന വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ സാധിക്കുള്ളൂ. ആത്മാർത്ഥതയുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രൊമോഷൻ കിട്ടിയപ്പോൾ പ്രയാസപ്പെട്ട ടീച്ചറാ. എനിക്കറിയാം, ഞാൻ അവിടെ പാടത്ത് പ്രയാസപ്പെട്ടവരോട് പറഞ്ഞു അല്ലേ? എന്താ പ്രയാസപ്പെട്ടത്? വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നത്. ആത്മാർത്ഥതയുള്ളവർക്ക് ആ ഉത്തരവാദിത്തം അതിന് ഭംഗി നിറവേറ്റണം. അത് എനിക്ക് സാധിക്കോ എന്ന് എന്റെ മനസ്സിലൊരു ശങ്ക വരുമ്പോഴാണ് എനിക്ക് പ്രയാസം. അത് ടീച്ചർക്ക് ഉണ്ടായതുകൊണ്ടാണ് ആ പ്രയാസം ഉണ്ടായത്. അങ്ങനെ ചുരുക്കത്തില് സമർപ്പിക്കാം. ചുരുക്കത്തില് സർവ്വവിധ ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാണ് സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് 56ാമത്തെ വയസ്സിൽ പടിയിറങ്ങുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനിയും സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സർവേശ്വരൻ അനുഗ്രഹം നൽകട്ടെ. ഇനിയുള്ള സമയം നമ്മുടെ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ സർവീസ് കാലഘട്ടങ്ങളിൽ ചെയ്യാൻ കഴിയാതെ പോയ തിരക്ക് പിടിച്ച ജീവിതമായിരുന്നല്ലോ, കഴിയാതെ പോയ നിമിഷങ്ങൾ ഓർത്തെടുത്ത് അതിനൊക്കെ പരിഹാരം ചെയ്യാൻ ഇനിയുള്ള സമയം സർവേശ്വരൻ അനുവദിക്കുന്ന സമയം വിനിയോഗിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ടും ഞാൻ യോഗങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ കാലത്തിന് പണ്ടെന്നോ കേട്ട് മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. ഞാൻ കേൾക്കട്ടെ. I
22 വരെയാണ് മേരി ടീച്ചറുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മേരി ടീച്ചറെ പരിചയപ്പെടുന്നത് മേരി ടീച്ചറുടെ ശബ്ദത്തിലൂടെയാണ്. കൊഞ്ചിറപ്പള്ളിയുടെ അടുത്താണ് എൻ്റെ വീട്. അപ്പൊ കൊഞ്ചിറപ്പള്ളിയിലെ മനോഹരമായി ഗാനം ആലപിക്കുന്നത് ഈ ശബ്ദത്തിന്റെ ഉടമ. അത് നമ്മൾ നോക്കിയപ്പോ പിന്നെ ആരൊക്കെ പറഞ്ഞത് എനിക്ക് മേരി ടീച്ചറാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ആ ശബ്ദത്തിനോട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ സംഗീതത്തിന് ഭാവത്തോട് കൂടിയിട്ട് ഓരോ പാട്ടും വളരെ മനോഹരമായി പാടുന്ന ഒരാളാണ് നമ്മുടെ മേരി ടീച്ചർ. പിന്നീട് എനിക്ക് മേരി ടീച്ചറുടെ ഒരു ഫോൺ വരെയാണ്. എൻ്റെ മകൻ ഈ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ മേരി ടീച്ചർ ചോദിച്ചു, ടീച്ചറെ എൻ്റെ മകൻ ചേർന്ന കാലത്താണ് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയത്. അപ്പൊ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ മകൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിക്കോളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ മകൻ പഠിക്കാൻ അത്ര മിടുക്കനല്ല ടീച്ചറെ, മലയാളം മീഡിയം മതി. മലയാളത്തിന് എന്നെ ചിലപ്പോൾ തപ്പും പിടിയായിരിക്കും ആള്. മേരി ടീച്ചർ എന്നോട് പറഞ്ഞു, ടീച്ചറല്ലേ, ടീച്ചർമാരുടെ കുട്ടികളൊക്കെ ഇംഗ്ലീഷിലാക്ക്. അങ്ങനെയാണ് ഞാൻ എൻ്റെ മോനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിയത്. ഈ സ്കൂളിൽ എന്നെ ചേർത്തി. ആദ്യമായിട്ട് എൻ്റെ മോൻ സ്റ്റേജിൽ കയറിയത് മേരി വഴിയാണ്. കാരണം അവനത്ര കലാപരമായ കഴിവുകളില്ല. നമുക്ക് കലാപരമായ കഴിവുകളില്ല, മാറ്റി പറഞ്ഞ പോലെ. അതുപോലെ തന്നെ മക്കൾക്കും ഇല്ല. പക്ഷെ അവന്റെ വീഡിയോ ഞങ്ങൾ ഇന്നും അവനെ കണ്ട് പറഞ്ഞിരിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ പാട്ടും ഡാൻസും ഒക്കെ നന്നായി കളിക്കുന്ന കുട്ടികളുണ്ട്. ഇവരെ കാണാൻ നല്ല ചന്തമുള്ള കാരണം ഡ്രസ്സ് ഇട്ട ആ ഡ്രസ്സിന് ഒരു ഭംഗിയുണ്ട്. ഇവരവിടെ വെറുതെ നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നിൽക്കുക. അത് പറഞ്ഞ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരെ കളിയാക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ മേരിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ സത്യം പറയുകയാണെങ്കിൽ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് മേരി. നമ്മള് സംസ്കൃതത്തിൽ പറയും കർമ്മണ്യേകാധികാരസ്തുമാപരേഷുപദാജന. നമ്മൾ ഒരു കർമ്മയോഗിയായിരിക്കുക, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഫലം എന്താണെന്ന് നോക്കാതെ അത് നല്ലതിനായി പരിണമിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മേരി. പിന്നെ പലരും ഇവിടെ പറഞ്ഞ പോലെ ഞാൻ ഹൈസ്കൂളിലാണെങ്കിലും LP മേരിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. വളരെ ഡിസിപ്ലിൻ. പിന്നെ ഒരു കാര്യം, ഒരാളെ കുറിച്ചും മേരി ടീച്ചറെ ഇന്ന വരെ ഒരാളെ കുറിച്ചും ഒരു വിഷമം, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒന്നും ടീച്ചർ പറയാറില്ല. ദൈവം നിന്നെ അനുവദിക്കുകയില്ല, എന്നും ദൈവം നിന്നോട് കൂടെയുണ്ട്. താങ്ക് യു വെരി മച്ച്. ഞാൻ ഈ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്ക്. LP സെക്ഷൻ ആണെങ്കിൽ കുറച്ച് അവിടെ, കുറച്ച് ഇതിൻ്റെ മുകളിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ മേരി ടീച്ചർ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അല്ല, ഗ്രൂപ്പ് ഓൾറെഡി ഇവിടെ ഉള്ളത് തന്നെയാണ്. അതിലെന്നെ ഒരു ദിവസം ആഡ് ചെയ്തു. ഞാനപ്പോൾ ആഡ് ആയത് മനസ്സിലായി. പക്ഷെ എനിക്ക് എന്തോ മേരി ടീച്ചറെ കാണുമ്പോൾ ഇവരെല്ലാവരും മേരി ടീച്ചർ എന്നാണ് പറയണത്. അപ്പം ഞങ്ങളുടെ LP സെക്ഷൻ്റെ ഹെഡായിരുന്നു പുള്ളിക്കാരി. പക്ഷെ ഞാൻ തീരെ ഇടപെടില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഒന്നിനും ചോദിക്കാൻ പോലും. ഞാൻ ഒരു ദിവസം ലീവാണെങ്കിലും ഞാനത് വേറെ ടീച്ചർക്കാണ് അയക്കുക, ഞാൻ ഇന്ന് ലീവാട്ടോ. എനിക്കെന്തോ പേടി പോലെ തോന്നി. പക്ഷേ ഒരു 10-11 ദിവസം ഞാൻ ഈ ടീച്ചറുടെ കൂടെ വർക്ക് ചെയ്തുള്ളൂ. എനിക്ക് ഈ സ്കൂളിൽ നിന്ന് ഈ ടീച്ചർ പോകുന്ന രംഗം എൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട്. ഇന്നും ഞാനത് എൻ്റെ സഹപ്രവർത്തകരുമായിട്ട് ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. ഒരു കയ്യിലൊരു ഫയലും ഒരു ബാഗും ഉണ്ട്. ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു ഗ്രൗണ്ടിലൂടെ പോകുന്നത് എനിക്ക് വളരെ വേദനാജനകമായ ഒരു കാര്യമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ടീച്ചർ ഇവിടുന്ന് പോയതിനു ശേഷമാണ് ടീച്ചറുടെ ഗുണങ്ങളും മഹിമകളും എല്ലാം അറിയാൻ തുടങ്ങിയത്, കൂടുതൽ അടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ അന്ന് കൊറോണ വന്നു. നമ്മുടെ ആ കൊറോണയുടെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിന് ഒത്തിരി പേർക്ക് കൊറോണ വന്നു. കൂട്ടത്തിൽ എനിക്കും വന്നു, എൻ്റെ ഹസ്ബൻഡിനും 2 മക്കൾക്കും കൊറോണയായി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് കൊറോണ വരാൻ പാടില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞാൻ വീട്ടിലിരിക്കുകയാണ്. എനിക്ക് ഒരു എത്തും പിടിയില്ലാതെ ഞാൻ വീട്ടിൽ വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുക. കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ ആളുകൾ എൻ്റെ ചുറ്റും പുറം കിടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും ആരും തന്നെ അന്വേഷിക്കുന്നില്ല. എനിക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടുന്നില്ല. ഞങ്ങൾക്കടക്കം എൻ്റെ ഹസ്ബൻഡിന് ഡെയിലി പാല് നിർബന്ധമായിട്ടും കൊടുക്കുകയും വേണം. പാലില്ല, ഭയങ്കര പ്രശ്നത്തിൽ കിടക്കുക. അപ്പോൾ മേരി ടീച്ചറായിരുന്നു എന്നെ ഒരു ദിവസം. ഞാൻ മേരി ടീച്ചറെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. മേരി ടീച്ചർ ഞങ്ങളുടെ LP സെക്ഷനിൽ വേറെ
പക്ഷേ എൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് മേരി ടീച്ചർ വിളിച്ചത് ഞാൻ എന്നും മറക്കില്ല. എനിക്ക് ആദ്യമായിട്ട് ഈ നാട്ടിൽ വന്നിട്ട് പാല് ഏൽപ്പിച്ചത് മേരി ടീച്ചറാണ്. എനിക്ക് കൊറോണ വന്നിട്ട് മേരി ടീച്ചറുടെ ഹസ്ബൻഡ് മാസ്ക് ഇട്ടിട്ട് ഡെയിലി എൻ്റെ വീടിൻ്റെ മുറ്റത്ത് പാല് കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആളുകൾ പരിസരത്ത് കിടന്നിട്ട് പോലും എനിക്ക് അങ്ങനത്തെ ഒരു സഹായം കിട്ടിയിട്ടില്ല. ആ ഒരു സഹായം ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ ആരെന്നൊന്നും എനിക്ക് പറയാനറിയില്ല. എൻ്റെ ഉമ്മായായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഇത്തായായിട്ടോ അല്ലെങ്കിൽ എൻ്റെ കസിനോ ആരൊക്കെയോ ആയിട്ട് ടീച്ചറുടെ ഒരുപാട് സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരിക്കലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കുന്നതിൻ്റെ ഓർമ്മ എന്നുണ്ടോ അന്ന് വരെ എനിക്ക് ആ പാല് ഡെയിലി എൻ്റെ വീട്ടിൽ മേരി ടീച്ചർ മേരി ടീച്ചറുടെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് വെച്ചത് ഞാൻ മറക്കില്ല. അതെനിക്കൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. ഒരുപക്ഷെ അതെല്ലാം ആയിരിക്കാം ടീച്ചർ ഈ നിലയിൽ എത്തിച്ചത്. എന്നോട് ചെയ്യുന്നത് പോലെ തന്നെ എവിടെയോ കിടന്ന് ഞാൻ വന്ന് എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള മറ്റുള്ള ജനങ്ങൾക്കും മറ്റുള്ള കുട്ടികൾക്കും പേരൻസിനും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. എല്ലാ രീതിയിലും ടീച്ചർ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ടീച്ചറുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ എടുത്തു പറയാനൊന്നും പറ്റില്ല. അതെല്ലാം ആയിരിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ടീച്ചർക്ക് ഇനിയുള്ള കാലത്തും നമ്മൾ ചെയ്ത എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെയും പ്രതിഫലമായിക്കൊണ്ട് ടീച്ചർക്ക് ദൈവം തമ്പുരാൻ ഇനിയുള്ള ജീവിതം കുടുംബത്തോടുകൂടെ അവരുടെ മക്കളോടുകൂടി മരുമക്കളുടെ കൂടെ പേരമക്കളുടെ കൂടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരുപാട് കാലം സന്തോഷത്തോടുകൂടെ ആയുസ്സോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ഒരുപാട് വർഷം സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
മണപ്പൂർക്ക് പോകുന്നതിന് മുമ്പ്, അതിന് 2-3 വർഷം മുമ്പ് തന്നെ മേരി ടീച്ചറോട് ചോദിക്കാറുണ്ട്, ടീച്ചർ ഇങ്ങോട്ട് അച്ഛനുമായിട്ട് പോരെ, ടീച്ചർക്ക് ഇവിടെ പരിചയമുണ്ട്, എല്ലാവരെയും അറിയാം, അപ്പോൾ ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് പുരോഗതിക്കും അത് വളരെ നല്ലതാണെന്ന് പറയുമ്പോൾ മേരി ടീച്ചർ എപ്പോഴും പറയും, ഞാനില്ല, എൻ്റെ പകരം ഇവിടെ ഒരാൾ വേണമെന്നില്ല. അപ്പോൾ കോർപ്പറേറ്റ് മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു, ലീന ടീച്ചർ പോകുന്നതിന് മുമ്പ് അവിടെ ഒരാളെ ആക്കിയിട്ട് പോക്കും, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഞാൻ ആരാക്കാനാ. അപ്പോൾ ഞാൻ മേരി ടീച്ചറോട് പറയാൻ പോയില്ല, കാരണം മേരി ടീച്ചർ എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരില്ല എന്ന്. അപ്പം ഞാൻ മാനേജരോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, മേരി ടീച്ചറുണ്ട്, വളരെ നല്ല ടീച്ചറാണ്, നമ്മുടെ സ്കൂളിനെ പുരോഗതിക്ക് വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറാണ്, അച്ഛൻ പറഞ്ഞാൽ എന്തായാലും മേരി ടീച്ചർ നോ പറയില്ല. അങ്ങനെയാണ് മേരി ടീച്ചർ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. മേരി എൻ്റെ ക്ലാസ്മേറ്റാണ്, ഞാൻ ഒരുമിച്ച് TTC പഠിച്ചതാണ്. അപ്പോൾ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയും, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് തന്നെ വിളിച്ച പറയും, ലീന നീയാണ് എന്നെ ഈ കുരുക്കിൽ പെടുത്തിയത്, അതുകൊണ്ട് എല്ലാ കാര്യവും ഞാൻ നിന്നോട് ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് എന്നെ ശല്യപ്പെടുത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരില്ല, എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം, അങ്ങനെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. എന്തായാലും ടീച്ചറുടെ പ്രവർത്തനം 100% വിജയത്തിലെത്തിക്കാൻ ടീച്ചർക്ക് സാധിച്ചു.
ഞാനത് വൈകിട്ടേക്ക് തോന്നുന്നു. ആരും ശ്രോതാക്കള് കഴിയിട്ടില്ല സാറല്ലേ എങ്കിലും ഞാൻ പറയണേ. അപ്പോൾ ഇവരുടെ LP സ്കൂൾ HMന്റെ അപ്പാർട്ട്മെന്റ് ഓർഡർ കഴിക്കാനായിട്ട് ഞാൻ കൂടെ പോകാനുള്ള അവസരം കിട്ടി. അവർ പറഞ്ഞു എന്നെ കുറിച്ചായിട്ട് പറഞ്ഞു ഞാനും കൂടെ പോയി പൂർണ്ണ തൃപ്തിയോടുകൂടി ഉണ്ടെങ്കിൽ തന്നെ മേലധികാരികളെ അനുസരിക്കണം, അത് മാനിക്കണം എന്നുള്ളതുകൊണ്ട് ആ ഉത്തരവ് കൈപ്പറ്റി. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, എൻ്റെ സഹപ്രവർത്തകരെ, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരാൻ സഹായിച്ച എല്ലാ വ്യക്തിത്വങ്ങളെയും ഈ നിമിഷം നമിക്കുന്നു. ഞാൻ ആനിവേഴ്സറിയുടെ മറുപടി പ്രസംഗത്തിലെ എൻ്റെ സർവീസ് കാലഘട്ടത്തിലെ കാര്യങ്ങളും അതൊക്കെ പറയാൻ പങ്കുവച്ചു. മനുഷ്യൻ പൊതുവെ ബലഹീനനാണ്, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. പക്ഷെ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോഴും ഒരു മോഡലാകാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുമക്കള് കണ്ണു നട്ടിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ ടീച്ചറുടെ ഓരോ ചലനങ്ങളും, ആ ടീച്ചറുടെ അതരത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ഒക്കെ സശ്രദ്ധ നിരീക്ഷിക്കുന്ന പ്രായമാണ് പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്ത LP കാലഘട്ടം. നമ്മൾ രക്ഷിതമായിരിക്കുന്ന ജോലി നമ്മൾ ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ എൻ്റെ കുട്ടികളാണ് എന്നുള്ള ഒറ്റ ചിന്തയിൽ നമ്മൾ വർക്ക് ചെയ്താൽ നമ്മൾ നല്ല ടീച്ചറായി. 10 to 4 നമ്മൾ സാലറിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനായാൽ വിത്ത് ഗോഡ് വി ആർ ഹീറോ, വിത്തൗട്ട് ഗോഡ് വി ആർ സീറോ. ആ ഒരു തത്വം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വളർന്നു വരുന്ന കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ. നന്ദി പറയുകയാണ്. എൻ്റെ ഇപ്പോഴത്തെ സ്കൂളിലായാലും എൻ്റെ കുട്ടികളെ എന്താ പറയുക കൊണ്ടുവന്ന് വരുന്ന ഓട്ടോ ഡ്രൈവർ ചേട്ടന്മാരോട് ഞാൻ പറയും, ഒരു 4 വരി പാട്ട് ഞാനൊന്ന് പാടുന്നുണ്ട്. എൻ്റെ മനസ്സിലെ ഏറ്റവും പേരൂന്നി കിടന്നൊരു 4 വരികളാണ്. ഇരുപത്തില്ലോ കൽക്കരി കട്ടറി സ്നേഹിച്ചു സ്നേഹിച്ച് പൊന്നാക്കി മാറ്റിയ യേശുനാഥ, ഈ കൊച്ചു പൂക്കളിൽ എന്നും തലോടിനി വിശ്വപ്രചോദിതമാക്കണമേ, വിശ്വപ്രചോദിതമാക്കണമേ. ജീവിതത്തിലെ സന്തോഷപ്രദമായി ജീവിക്കാൻ ടീച്ചർക്കും ടീച്ചർ കുടുംബനാഥനായ എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിർത്തുന്നു. നന്ദി. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ.
ഒരുപാടു നന്മകളേകി അതിലേറെ സ്നേഹവുമായി ഇനിയുള്ള നാളുകളെന്നും അനുഗ്രഹപ്പൂമഴ കാണും.